ഞാൻ സഹമല്ല, കോൺഗ്രസ് ആയിരുന്നു. അതുമല്ല, പഴയ നക്സലേറ്റാടാ. ഈ ഒരു വ്യൂ കണ്ടിട്ട് വന്നാണ്, പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ചടച്ചു പോയി. എന്നുള്ളൊരു മെസ്സേജ് പാസ് ചെയ്യാനാണ് യാത്രകൾ മൊത്തം. അതുപോലെ ഓരോ നഗരസഭകളിൽ എങ്ങനെയാണ് വേസ്റ്റ് മാനേജ് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ പഠിക്കുന്നൊരു യാത്രയാണിത്. അപ്പോൾ നമ്മളെ യാത്രയിൽ ഇപ്പോൾ ഇവിടുത്തെ മെമ്പറാണല്ലോ, ഇവിടുത്തെ നെടുമ്പോയിൽ എങ്ങനെയൊക്കെയാണ് ട്രിപ്പിയുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീട്ടിലിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതാ ജിനുവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അച്ഛനുണ്ട്, അച്ഛാ ഒന്ന് പരിചയപ്പെടുത്തിക്കോ. ഞാൻ ജിനുവിന്റെ ഫാദറാണ്. മലയാളി കൃഷിക്കാരൻ, ചെറിയ കൃഷിക്കാരൻ. പേര് പറ രാജു. അമ്മ ഇങ്ങോട്ട് സരോജിനി. ഹായ് പേര് സരോജിനി. അപ്പോൾ 2 ദിവസം നമ്മൾ ഇവിടെ തന്നെ ആയിരുന്നു. നമ്മളെ അതിൽ കാലിലെ മുറിയൊക്കെ ആയിട്ട് കുറച്ച് സീന്, കുറച്ച് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളിന്ന് നേരെ കണ്ണൂർ ഭാഗത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ടീമിനോട് ഫാമിലിനോടും ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുവാണ്. സ്വന്തം കുടുംബം പോലെ നോക്കിയ. അപ്പോൾ നേരെ റോട്ടിൽ. അപ്പോൾ ഇതാണ് നമ്മളെ ജോസേട്ടൻ, നമ്മളെ ജിനുവിൻ്റെ അയൽവാസിയാണ്. കൂടാതെ തന്നെ ഇവിടുത്തെ 6ാമത്തെ വാർഡിൻ്റെ മെമ്പറാണ്. അപ്പോൾ മൂപ്പരൊക്കെ നമുക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. അപ്പോൾ നിങ്ങളെ പഞ്ചായത്തിൽ കാര്യങ്ങളൊക്കെ ഒന്ന്. നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ ഹരിത പഞ്ചായത്തായിട്ട് നമുക്ക് പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വാർഡുകളിൽ നിന്ന് പ്ലാസ്റ്റിക് മറ്റ് മാലിന്യങ്ങളെല്ലാം ശേഖരിച്ച് ആളുകൾ, ഹരിത സേന എന്ന് പറയുന്ന ആളുകൾ, ഒരു വാർഡിൽ നിന്ന് 2 ആളുകളെ വെച്ച് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അവർക്കൊരു വീട്ടിൽ നിന്ന് 30 രൂപ വെച്ച് ഒരു വീട്ടുകാർ കൊടുക്കണം. അപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ പിന്നെ പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ പിന്നെ മറ്റ് അതുപോലെയുള്ള കാര്യങ്ങൾ, സാധനങ്ങളെല്ലാം തരംതിരിച്ച് മാറ്റി, കഴുകി മാറ്റി കൂടുകളിലാക്കുക, ചാക്കുകളിലാക്കുക. എന്നിട്ട് അവരത് കൊണ്ടുപോകുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് 30 രൂപ വെച്ച് അവർക്ക് കൊടുക്കണം. അപ്പോൾ അത് എത്ര സൈസ് ആ സാധനങ്ങളാണോ ഉള്ളത്, ഇനിയിപ്പോൾ ചെരുപ്പാണെങ്കിൽ, അതുപോലെ തന്നെ പഴയ കസാരകളാണെങ്കിൽ, അതുപോലെ പിന്നെ നമുക്ക് ഉപയോഗിക്കാത്ത, വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം നമ്മൾ കൊണ്ടുപോയി കൂട്ടി എവിടെയെങ്കിലും കൂട്ടിയിട്ട് തീ വെച്ച് പിന്നെ കത്തിക്കുന്നതിന് പകരം ആളുകൾ, നമ്മളെ ഹരിതസേനയുടെ ആളുകൾ വീടുകളിൽ വരും. അവർക്ക് നമ്മൾ യൂണിഫോം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരത് വന്ന് ഈ സാധനം ശേഖരിക്കും. അത് ശേഖരിക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് 30 രൂപ വെച്ച് അവർക്ക് കൊടുക്കും. മാസത്തിൽ 30 രൂപ? മാസത്തിൽ ഒരു വീട്ടിൽ നിന്ന് 30 രൂപ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുപ്പി അതുപോലെയുള്ള എന്ത് സാധനങ്ങളും അവർ കൊണ്ടുപോകും. അവർ കൊണ്ടുപോയി മറ്റ് ഏജൻസിക്ക് അത് കൊടുക്കുകയും അവരത് നമ്മുടെ അടുത്തുനിന്ന് മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. ചെയ്തിട്ട് അവരത് ഫാക്ടറികളിലാക്കി വിവിധ തരം സാധനങ്ങളൊക്കെ ആക്കി ഇത് ആക്കുന്ന ഒരു സംവിധാനത്തിലാണ് നമ്മളുള്ളത്. ഓക്കെ. അപ്പോൾ പഞ്ചായത്തിന് ഇപ്പോൾ ഹരിതസേനയുടെ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു? ഹരിത പഞ്ചായത്തായിട്ട് നമ്മൾ അതിനകത്ത് ഗവൺമെൻറ് നമ്മളത് ഒന്ന് പരിശോധിച്ച് അതിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്ത് മാത്രമല്ല, പഞ്ചായത്തിൻ്റെ കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളും പരിശോധിച്ചിട്ട് ആ സ്ഥാപനങ്ങളൊക്കെ പ്ലാസ്റ്റിക് മുക്ത പിന്നെ ഇതാക്കി കംപ്ലീറ്റ് ഹരിതമാക്കി ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് മുക്തമാക്കിയിട്ടുള്ളൊരു പഞ്ചായത്തായിട്ടാണ് നമ്മളതിനകത്ത് കാണുന്നത്. അപ്പോൾ ഓക്കെ, ജോസേട്ട ഉള്ള കാര്യം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രക്കാരുണ്ടാവുമല്ലോ. ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഈ പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലോട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർ, അപ്പോൾ നിങ്ങളുടെ വാർഡിലൂടെ പോകുമ്പോൾ അവർക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വല്ല മാർഗ്ഗങ്ങളും നടന്നു വരുന്നുണ്ടോ, അത് പ്ലാനുകളുണ്ടോ? അതിനുള്ളതും കൂടെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ടൗണിലൊക്കെ ഉള്ള പോലെ സാധനം, ഈ പിന്നെ ഒരു കൊട്ട പോലെ സാധനം സംഘടിപ്പിച്ച് വെച്ചിട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് കുപ്പി മറ്റ് സാധനങ്ങളൊക്കെ വലിച്ചെറിയാതെ അവിടെ അതിനകത്ത് ഇടാനും ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സംവിധാനം. ഓക്കെ. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ചേട്ടാ താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ മറ്റേ പച്ചക്കറിയൊക്കെ മേടിച്ചത് ഇവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ. അന്നേരം നമ്മൾ കടയിൽ പോയി സ്ട്രീറ്റ് പച്ചക്കറിയും ഇതൊക്കെ മേടിച്ചതാ. ഈ പണി നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് നേരെ അവരെ കാണാൻ വേണ്ടി പോവാം. ഓടിക്കളഞ്ഞ. അപ്പോൾ ഇതാണ് നമ്മളെ റോബിൻ ചേട്ടായി. ഞാൻ ഇന്നലെ നമ്മള് മറ്റേ പച്ചക്കറിയൊക്കെ മേടിച്ച് പിന്നെ വരുമ്പോൾ പുല്ലിനെ കണ്ടൊക്കെ പേടിച്ച് ഇന്നൊരാളാണ് പുല്ലിനായിട്ട് ചെറിയ യുദ്ധമൊക്കെ നടത്തി. പക്ഷെ പുലി മടങ്ങിയില്ലേ, പുലി മടങ്ങി. ഇന്ന് ഉച്ചക്ക് കറി വെച്ചിട്ടു. നീ നേരെ കണ്ണൂര് അളിയാ.
മായിക്കൊക്കെ പോകാൻ വേണ്ടി വന്നാൽ മായിക്കൊക്കെ പോകാൻ വേണ്ടി വന്നാൽ ഇല്ല ഇല്ല ആ പരിപാടി ഇല്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പരിപാടി. ഇവിടെ റോഡ് കോൺക്രീറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പോൾ മൂപ്പറാളാണ് കോൺട്രാക്ടറും കാര്യങ്ങളൊക്കെ. എടാ ജിനു മൂപ്പറാള് കോൺട്രാക്ടർ റോബിൻ ചേട്ടായി. ആ റോബിനാണ് കോൺട്രാക്ടർ. ഓ അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ റോബിന് ഡാഡി ജോസേട്ടനല്ലേ, ജോസേട്ടനാണ് റോബിന് ഡാഡി ആയിരുന്നു കോൺട്രാക്ടർ. മെമ്പർ ആയതുകൊണ്ട് വർക്ക് നോക്കണം. ആ ഓക്കെ ഓക്കെ ഓക്കെ. മോനെ അപ്പോൾ ഇവിടെ കോൺക്രീറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല കോൺക്രീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് ഫുഡൊക്കെ മേടിച്ചത്. അതൊക്കെയായിരുന്നു ഇവിടെയാണ് നല്ല കടുവ ഇറങ്ങിയത്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോളുക. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മളെ ക്ലാരേച്ചിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അതും മുന്നത്തെ വീട്ടിൽ ഏതോ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. കടുവ സത്യം പറഞ്ഞാൽ അവിടെ ഇറങ്ങിയെന്നാണ് കേട്ടത്. പിന്നെ കണ്ടിട്ടില്ല കടുവനെ. ഇനി വേറെ എവിടെയും കണ്ടാലാണ് ഇവിടെ എത്തിയെന്ന് മനസ്സിലായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടത്തിലാണ്. തോമസ് മുള്ളർ ഇല്ല ക്ലാരമ്മ ഓൺ ഡ്യൂട്ടി. സാമ്പാർ ഇട്ട് ചോറിന് പോകുന്നത് പോവാണ്. യെസ് എന്ന് വരണം. ഉണക്കലടിയായി നിക്കല്ല. പോണം. ഇന്നലെ അവിടെ തേയില റൈഡിന്റെ അമ്മയാ. ഓ ശരി. വീഡിയോ വന്ന കല്യാണത്തിന് ഉറപ്പാ. അജിനമ്മേ കമോൺ ഹായ് തരൂ. നമ്മളിതാ ഇവിടെ ബൈബി എറിഞ്ഞ് പോവാ. എന്ത് സ്വഭാവമാണ്. ഏതാ മാങ്ങ? എവിടെയാ മാങ്ങ? ഇതാ ഈ മാങ്ങയാണോ? എടുത്തിരിക്കുന്നു. ബാക്കിയുള്ള വാങ്ങിയപ്പോ ഓക്കെ. നല്ല പെമ്പിള്ളേർ നോക്കിയിരിക്കുന്നു. ഇനി 60 വയസ്സായ കളിവിക്ക് അതിലൊന്നും തന്നെ കാര്യം. അപ്പൊ പോയിന്നാ ബൈ. അപ്പൊ നമ്മള് അവിടെ ചെല്ലുമ്പോ ആലോചിച്ചോട്ടോ. ഓക്കെ തോമസ് ചേട്ടാ ഒരു ഹായ് പറയും. ഹായ് തോമസ് ചേട്ടാ സഖാവല്ലേ? സഖാവല്ലേ? ഞാൻ സഖാവല്ല, കോൺഗ്രസ്സുകാരനാണ്. അതുമല്ല, പഴയ നെക്സലൈറ്റ് ആണോ? പണ്ടത്തെ നെക്സലൈറ്റ് ആണ്. അല്ല കാര്യം പറഞ്ഞു. അല്ലേ പാട്ട് പാടും അതല്ല ഇപ്പൊ ആനന്ദകരമാക്കാൻ. തോമസ് ചേട്ടാ പോലാ വരുന്നോ കൂടെ? കയർ വെച്ച് കേട്ടാ. സൈക്കിൾ ഓടിക്കാൻ അറിയത്തില്ല. ഈ പ്രായമായിട്ട് നിങ്ങളത് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചല്ലേ? പൂവ് നമുക്ക് വെറുതെ തന്നോ? ഒഴിക്കല്ലടാ. താമസിച്ചിട്ട് അപ്പം 1 മിനിറ്റും 3 സെക്കൻഡും സംസാരിച്ചു. അപ്പോൾ തോമസ് മുള്ളറിൻ്റെ അടുത്ത് നമ്മൾ ഇവിടെ പറയാൻ അടുത്ത നമുക്ക് ചെല്ലുമ്പോൾ വീണ്ടും കണ്ട് സന്ധിക്ക് വരെ. ഏത് വഴിയാ പോണേ ഇനി? അതിനേക്കാൾ ഇച്ചിരി കൂടെ ഫോറസ്റ്റ് വഴി കൂടെ പോക്കോ. നല്ല സ്റ്റൈലുണ്ട് കാണാൻ. നെടുമ്പോഴി ഇനിയിപ്പോ എപ്പോഴെങ്കിലും കണ്ടുകൊണ്ടാ ഞാൻ വരും. പോവാ ജോയിൻ ചെയ്യുമ്പോഴൊക്കെ അതിനെന്നാ നമുക്ക് അങ്ങനത്തെ ഒന്നും ഇല്ല മോനെ. ആയിക്കോട്ടെ. പോയി
സന്തോഷം ഒന്നുകൂടെ കൂടി പോകുന്നതിന്. ഇനി എപ്പോഴെങ്കിലും ഒക്കെ വാ. അതെ, ഇങ്ങനെയൊക്കെ ഒരു ഒഴിവ് കിട്ടുമ്പോ എല്ലാരോടും ഞങ്ങളുടെ അന്വേഷണം പറയണം വീട്ടിൽ ആ, ചെല്ലുമ്പോൾ. ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു. എടാ റൈജിനോടും ഞാൻ വിളിക്കാം, ഈ നമ്പർ അയച്ചു കൊടുക്കാം അവരെ. അപ്പോൾ നമ്മൾ ജീവനോട് ഇവിടെ നിന്ന് ഇറങ്ങി ഈ നെടുമ്പോഴി വഴി എന്താ പറയുക കണ്ണൂർ പിടിക്കണം, തളിപ്പറമ്പ് പിടിക്കണം. എന്താ പറയുക 2 ദിവസം എന്താ പറയുക അടിപൊളി ദിവസമായിരുന്നു. അച്ഛ മനുഷ്യരാണ്, നൈസാണ്, നല്ല ക്ലൈമറ്റാണ്, നല്ല സംഭവങ്ങളാണ്, അതൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കഴിഞ്ഞ ടൈമിലൊക്കെ നമ്മൾ വന്നപ്പോൾ ഇവർക്ക് കൃഷികൾ കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ മേലൊന്ന് വീട് മീൻസ് നമ്മൾ പറയല്ലോ വീട് വെച്ച് കയറുന്നതുകൊണ്ടാണ് കാട്ടത്തെ മൃഗങ്ങൾ ആക്രമിക്കുന്നുള്ളത്. അതങ്ങനെയല്ല, പണ്ടേ അവിടെ ഉള്ളവരാണ്. പക്ഷെ ഇപ്പോൾ ആൾക്കാർ കുറഞ്ഞ് വരുമ്പോൾ കാട് അടിക്ക് ഇറങ്ങി വന്ന് മീൻസ് ഈ ആൾക്കാർ കൃഷി ചെയ്യാത്തതുകൊണ്ട് ഉള്ള കൃഷിയിൽ മൃഗങ്ങൾ കൂടി അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ ഇത്രയും കാലത്തിനിടയ്ക്ക് കടുവയാണ് അവരെ വീടിൻ്റെ ബാക്കിൽ ഇറങ്ങിയത്. ഇത്രയും കാലത്തിനിടക്കാണ് അത്. കടുവ അവിടെ ഉള്ളതല്ല, ഈ ഫോറസ്റ്റുകാർ കൊടുത്തിട്ട് ഓരോ സ്ഥലത്തിൽ പിടിക്കുമ്പോൾ ഫോറസ്റ്റുകാർ പിടിച്ചിട്ട് ഇവിടെ അടുത്തോട് നിന്ന് ഇറക്കുന്നതാണ് കടുവനൊക്കെ. നമ്മൾ പോണപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഏരിയ കൂടിയൊക്കെ തന്നെയാണ്. അപ്പോൾ രാവിലെ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. പോവാം. ഇനിയിപ്പോൾ അവർ രാത്രിയൊക്കെ ഫിലിമൊക്കെ കണ്ട് നടന്നൊന്ന് വഴികളാണ് അവർക്ക്. ഇനിയിപ്പോൾ വൈകുന്നേരം ഇരുട്ടി കഴിഞ്ഞാൽ പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ രാവിലെ പോയി ഇറങ്ങാൻ പേടിയാണ്. ഇനിയിപ്പോൾ രാത്രി നിന്ന് ഇരുട്ടി കഴിഞ്ഞാൽ ഇറങ്ങാമെന്ന് പറഞ്ഞത് അതും കഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഞാൻ 2 ദിവസം മുന്നേ നമ്മളെ കുരുടിയുണ്ട്, കുരുടിന് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ ഭയങ്കര സുഖമല്ലേ, നല്ല ക്ലൈമറ്റല്ലേ, നല്ല കാലാവസ്ഥയല്ലേ. പക്ഷേ അവർക്ക് തന്നെ അറിയുള്ളൂ. നമ്മൾക്കിപ്പോൾ 2 ദിവസം ഇവിടെ വന്ന് തണുപ്പൊക്കെ കൊണ്ട് നമ്മളൊരു സുഖത്തിന് വന്ന് നിൽക്കും. പക്ഷേ അവർക്ക് അവിടേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി സെറ്റാക്കുന്നില്ല, നമുക്ക് നേരെ ഇനി എന്താ പറയുക തളിപ്പറമ്പ് ഭാഗത്തോട്ട് പോവാം. അവർ ഇറക്കാറിങ്ങി. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കാറ്റും കയറിയിട്ടാണ് വന്നത്. ആ തേയിലത്തോട്ടത്തിൻ്റെ കൂടി എസ്റ്റേറ്റിൻ്റെ കൂടിയൊക്കെ നമ്മൾ കാറ്റും കയറിയിട്ടാണ് വന്നത്. ഇപ്പം ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക. ഫോറസ്റ്റിൽ ഡീപ്പ് നോക്ക്, ഏതാ പൊളി. ഓ എൻ്റെ മോനെ നല്ല ഡീപ്പുണ്ട്, നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റാണ്. ചെറിയ റോഡ്. സത്യം പറഞ്ഞാൽ പേടിയാവും. ഇന്നത്തെ വരെ കടുവല്ല ഇവിടെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റൂല. വണ്ടീപ്പാ ആ സൈഡിൽ ചെറിയ അരുവി ഉണ്ട്. വല്ലതും കാണാൻ പറ്റുമോ എന്ന രൂപത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് ആ സൈഡിൽ അവിടെ ഉള്ളിൽ അരുവി പോകുന്നുണ്ട്. എന്താ ഫോറസ്റ്റ് നോക്ക്, എമ്മാതിക്ക മാഷാല്ലാ, എമ്മാതിക്ക എമ്മ പൊളിയാ. നോക്കി ഏതാ പൊടി. പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ നല്ല റോഡാണ്, നല്ല വ്യൂ ആണ്, നല്ല തണുപ്പാണ്, നല്ല തണലാണ്. അധികം വണ്ടിക്കാരൊന്നും ഇല്ല കേട്ടോ റോഡിൽ. 1-2 വണ്ടി അങ്ങോട്ടും പോയാലായി. അമ്മ പൊളിയാ. നെടുമ്പോ എത്തിയിട്ടില്ല, നെടുമ്പോ എത്തുന്നുള്ളൂ. അപ്പോൾ നെടുമ്പോ എത്തി അമ്മ മാഷാ അല്ലാ, സംഭവം അടിപൊളിയായി. സത്യം വെക്കൊന്ന് മലപ്പുറം ഏരിയ ആൾക്കാർ ഇങ്ങോട്ട് എത്ര കുറവായിരിക്കും. മീൻസ് കണ്ണൂരൊക്കെ ആൾക്കാർ വയനാട് കയറിലും അപ്പത്തൂർ ഇറങ്ങി പോകുന്നല്ലാതെ ഇത് നൈസ് എക്സ്പീരിയൻസ് ആണ്. ഒന്ന് ഡ്രൈവൊക്കെ അടിപൊളിയാവും കേട്ടോ. ആ അടിപൊളിയാ. പക്ഷെ റോഡ് സൈഡിൽ മഞ്ഞിടുന്ന തെണ്ടികൾ എല്ലായിടത്തും ഉണ്ടായതുകൊണ്ട് ഒന്നും പറയാനില്ല കാര്യത്തിൽ. കണ്ടിട്ട് കാര്യം ചെയ്യല്ലോ, കാരണം ഇടുന്നത് ഇടാൻ പാടില്ല എന്നുള്ളത്. അയ്യോ ബസ് നോക്കണേ, പൊളി പൊളി എമ്മടിപ്പാ. ആണ്ട് നോക്കേ സീൻ.
നന്ദി വയനാട് സന്ദർശിച്ചതിന്, ഇവിടെ മാലിന്യമാക്കാതിരുന്നതിന്. ഈ നന്ദി എത്ര പേർക്ക് ഉള്ളതാണെന്നറിയില്ല. രണ്ടാമത് പറഞ്ഞ കാര്യം ഫോർ കീപ്പിംഗ് ക്ലീൻനെസ്. പലപ്പോഴും പലയിടത്തും ഇങ്ങനത്തെ ഒരു ബോർഡിൽ മാത്രമായിട്ട് ചുരുങ്ങുന്നുണ്ട്. ഇവിടെ കുറേ കുരങ്ങന്മാരിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട്. ഈ പള്ളിൻ്റെ ഈ ഭാഗത്ത് സെമിത്തേരി ഉണ്ട്. ഈ സൈഡിൽ നല്ല ഡീപ്പ് ഫോറസ്റ്റ് ഉണ്ട്. നൈറ്റിലൊക്കെ വന്ന് പെട്ട് കഴിഞ്ഞാൽ നല്ലൊരു വൈബായിരിക്കും. നല്ലൊരു വൈബായിരിക്കും. രാത്രിയൊക്കെ വന്ന് പെട്ട് കഴിഞ്ഞാൽ ഒരു പഞ്ചറാവുകയെ ആ സെമിത്തേരിൻ്റെ ഇടയ്ക്ക് വന്ന് സ്റ്റക്കായി കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം. എന്താ പറയുക, മറ്റേ ഇതൊക്കെ ഉണ്ട്, ഇലക്ട്രിക് ഫെൻസൊക്കെ ഉണ്ട് കേട്ടോ. ഈ പള്ളി ചുറ്റോറും ഇലക്ട്രിക് ഫെൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടാ. കമ്പിയൊക്കെ ഇലക്ട്രിക് ഫെൻസാ. അടിപൊളി. ഇനി ഇവിടുന്ന് ഇത് ഇപ്പം നമ്മൾ കയറിയത് പേരിയ റേഞ്ചിലുള്ള ഫോറസ്റ്റാണ്. ഇനി നമ്മൾ കയറാൻ പോകുന്നത് 14 കിലോമീറ്റർ കഴിഞ്ഞാലാണ് മരണനേറ്റ. അതിന് പേരെന്താ? നെടുമ്പോഴി ഫോറസ്റ്റ് വരുന്നത്. നൈസാ. ഒരു വ്യൂ. ഈ ഒരു വ്യൂ കണ്ടിട്ട് വന്നാണ്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ചടച്ചു പോയി. മനസ്സിലാവും എൻ്റെ പൊന്നളിയോ, എത്ര പോരാണ് സീൻ. തെണ്ടിത്തരല്ലേ മലര്. ഇത് കാണേണ്ട എല്ലാ ഭംഗി നശിച്ചു പോയി. ഇതൊന്ന് നോക്കിട്ടിട്ട് എത്ര പോരാണ്. ഇതാണ് പറഞ്ഞത്, നമ്മൾ ഇനിയെങ്കിലും വേസ്റ്റ് ബിൻ കൾച്ചറും വേസ്റ്റ് ബിൻ മാനേജ്മെൻറ്റൊക്കെ ഒന്നും കൂടി പെട്ടെന്നാക്കിയില്ലെങ്കിൽ ഈ കാടും വീടും നാടും ഒക്കെ വേഗം ഇല്ലാണ്ടാവും. നിങ്ങൾ യാത്ര ചെയ്യുന്നത് ചിലപ്പോൾ ഒറ്റക്കായിരിക്കാം, കുടുംബമായിട്ടായിരിക്കാം, കൂട്ടുകാരായിട്ടായിരിക്കാം, ആരൊപ്പം ആണെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം വേസ്റ്റ് വലിച്ചെറിയുന്നതിൽ കുറച്ചും കൂടി എന്താ പറയുക ശ്രദ്ധ പുലർത്തേണ്ടത് കേട്ടോ. എല്ലാ വ്യൂ പോയിന്റിലും അലമ്പാണ്. ഇവിടെ കുറേ കുരങ്ങന്മാരിരിക്കുന്നുണ്ട്. ഈ കുരങ്ങന്മാരൊക്കെ വെറുതെ ഇരിക്കല്ലോ, എന്തെങ്കിലും കിട്ടുവെച്ചിട്ട് വന്നിരിക്കുക. എവിടെയുണ്ട് നമ്മളിതാ എന്തോ 12 മൈലോ 49 മൈലോ എന്തോ മൈലിറങ്ങി അടിയൊക്കെ ഇറങ്ങി വണ്ടിക്ക് തീരെ ബ്രേക്കില്ല. തീരെ വെച്ചാൽ മീൻസ് വൻ സ്ലിപ്പാവണം. ബ്രേക്ക് ഡേറ്റ് ആകണം. ആര് ട്രിപ്പ് ഇറക്കുന്നുണ്ടെങ്കിലും ഈ ഒരു സാധനം കയ്യിലുണ്ടായിക്കോട്ടെ കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. എല്ലാവരും ബ്രേക്ക് ഡേറ്റ് ചെയ്യാനും എല്ലാ സ്ക്രൂ ഡേറ്റ് ചെയ്യാനും ഈ സാധനം മൾട്ടി ടൂൾ അടിപൊളിയാണ്. മേടിച്ചാൽ വെളുത്താണ്. ഇത് ഞാനെന്തോ 200 രൂപ 100 രൂപ കയറ്റാം അങ്ങനെ എന്തോ മേടിച്ചാ. അപ്പോൾ നോക്കട്ടെ, വണ്ടി ഒന്ന് പിടിക്കടാ. ബ്രേക്ക് വലിയ കുഴപ്പമില്ല തോന്നുന്നു. പക്ഷെ ഇറക്കിറങ്ങുമ്പോഴേ നല്ല കത്തിലെത്തും. അങ്ങനെ നമ്മൾ പോലീസുകാരോടൊപ്പം ഫുഡ് കഴിക്കാൻ പോയി. അതൊന്നും വരുമ്പോ കല്ല് കെട്ടിയതാ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ നെടുമ്പോയിലാണ്. അപ്പോൾ നമുക്കിവിടെ വന്ന പാടെ തന്നെ നമ്മളെ സാർമാർ നമുക്ക് വെള്ളമൊക്കെ മേടിച്ച് തന്ന് ഫുഡൊക്കെ മേടിച്ച് തന്ന്. ഇവിടെ ഇപ്പോൾ എല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ വാർഡ് മെമ്പറും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. ആദ്യം സാർ ഇവിടെ സാർ പരിചയപ്പെടുത്താം. എൻ്റെ ബിജു എന്നാണ്, പേരാവൂർ എസ് ഐ. സൗണ്ട് ഞാൻ ബിജു എന്നാണ്, പേരാവൂർ എസ് ഐ ആണ്. ഓക്കെ. ഞാൻ സജീവൻ, ഇവിടെ ഓട്ടോ ടാക്സി ഡ്രൈവറാണ്. സജീവൻ 7ാം വാർഡ് മെമ്പറാണ്. ജീവൻ ഇവിടെ ഓട്ടോ ഡ്രൈവറാണ്. പ്രഭാകരൻ PP പേരാവൂർ സ്റ്റേഷനിൽ SI ആണ്. ഇവരൊക്കെ ഓട്ടോ ഓർഡർ ചെയ്യുന്ന സാറേ. ഓക്കെ. അപ്പോൾ നമ്മളെ യാത്രയുടെ ഉദ്ദേശം കാര്യങ്ങളും നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ യാത്രയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ
നമ്മളെ വേസ്റ്റ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ വേസ്റ്റ് വെറുതെ വലിച്ചെറിയാതെ വേസ്റ്റ് ബിന്നുകൾ കണ്ടെത്തി അതിൽ കൊണ്ടുപോയി ഇടുക എന്നുള്ളൊരു മെസ്സേജ് പാസ് ചെയ്യാനാണ് ഈ യാത്രകൾ മൊത്തം. അതുപോലെ ഓരോ നഗരസഭകളിൽ എങ്ങനെയാണ് വേസ്റ്റ് മാനേജ് ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ പഠിക്കുന്നൊരു യാത്രയാണിത്. അപ്പോൾ നമ്മളെ യാത്രയിൽ ഇപ്പോൾ ഇവിടുത്തെ മെമ്പറാണല്ലോ, ഇവിടുത്തെ നെടുമ്പോയിൽ എങ്ങനെയൊക്കെയാണ് വേസ്റ്റ് മാനേജ് ചെയ്യുന്നത്? നെടുമ്പോയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ ഭാഗവും നമ്മൾ ശുദ്ധീകരിച്ച് നല്ല വൃത്തിയായി ഇപ്പോൾ നോക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ബോക്സ് ഇടാൻ ആ പിന്നെ ബോട്ടിൽ ബോക്സ് ഉണ്ട്, ബോട്ടിൽ ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ നടക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരികയാണ്, ഒരു വെള്ളം കുപ്പി മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു ആ കുപ്പി ഇടാനൊരു സോഴ്സ് ഇല്ല നമ്മുടെ നാട്ടിൽ, അതായത് കുറവാണ്. അപ്പോൾ വേസ്റ്റ് ബിന്നുകൾ ഇനി വരുന്നുണ്ടോ, ആ ഒരു തോട്ട് ആ നാട്ടിൽ നടക്കുന്നുണ്ടോ? മീൻസ് യാത്രക്കാർക്ക് വേസ്റ്റ് ചെറിയ ചെറിയ ബിന്നുകളായിട്ട് അതിൻ്റെ പദ്ധതികളും ആക്കുന്നുണ്ട്. എൻ്റെ ബോട്ടിലിൻ്റെ ഒരു സംവിധാനം ആക്കി എടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നല്ല കാര്യം സാറേ. നമ്മുടെ യാത്രയെ പറ്റി എന്തായാലും നല്ലൊരു ഇനീഷ്യേറ്റീവാണ്. ആൾക്കാരിൽ ബോധവൽക്കരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണല്ലോ നടത്തിയത്. എന്തായാലും യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും. എല്ലാവിധ ഭാവങ്ങളും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരം ആശയങ്ങളുമായി പ്രചരണത്തിൽ സൈക്കിൾ റാലിയായി പ്രചരണത്തിലിറങ്ങിയ നിങ്ങൾക്ക് പേരാവൂർ പോലീസിൻ്റെ വക എല്ലാവിധ ഭാവങ്ങളും നേരിടും. ഓക്കെ. അപ്പോൾ ഓട്ടോക്കാരെ നിങ്ങൾ ആരെങ്കിലും പ്രതികരിച്ചിട്ട് നമ്മുടെ നല്ലൊരു ലക്ഷ്യമാണ് നിങ്ങളുടെ ഈ വേസ്റ്റൊക്കെ ഇങ്ങനെ ജനങ്ങളുടെ ബോധവൽക്കരണം. അതൊരു നല്ലൊരു ആശയം തന്നെയാണ്, ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന്. ഇപ്പോൾ ഇവർക്കാണ് കൂടുതൽ, ഇപ്പോൾ നിങ്ങളാണ് ലോക്കലായിട്ട് എല്ലാ ഏരിയകളും സഞ്ചരിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടാവും പല ഏരിയകളിലും വേസ്റ്റ് കൂടുന്നതും ആൾക്കാരുടെ മനോഭാവം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് മാറേണ്ടതില്ലേ ഈ കാര്യങ്ങളൊക്കെ? തീർച്ചയായിട്ടും മാറേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിന് തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി തന്നെയാണിത്, അല്ലേ? സംഭവം ശരിയാ. നമുക്ക് എല്ലായിടത്തും വേസ്റ്റ് കൂടി വന്നിട്ട് എല്ലാവരും സ്റ്റക്കാവുന്ന. അപ്പോൾ എല്ലാവരും ഇതൊന്നും നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മളെ യാത്ര പ്രതീക്ഷിക്കുക. നമ്മുടെ യാത്രയുടെ ഉദ്ദേശം റെഡി ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് പോകുന്നു കേട്ടോ. അവിടുന്ന് പോകുന്ന കുറച്ച് എത്തിയപ്പോൾ പറങ്കി മാങ്ങ, ഫുള്ള് പറങ്കി മാങ്ങ കുറേ നിലത്ത് കൊണ്ട് എടുക്കുന്നുണ്ട്. ആരും നോക്കണേന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർക്കും ഇഷ്ടംപോലെ. എന്തായാലും നമ്മളെന്തായാലും ഒന്ന് പറക്കുന്നുണ്ട്. തക്കാളിയോ പിന്നെ സ്ഥലത്താ ഏകദേശം 2 മണിയായി. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്ത് പോകാമെന്നുള്ള രീതിയിലാണ്. പെരുമ്പുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ കല്ലുമ്മക്കായി കണ്ടിരിക്കുന്നു. കല്ലുമ്മക്കായി കല്ലുമ്മക്കായി എടുക്കാം. ഇപ്പോഴേ തന്നെ തോടില്ല. നമ്മൾ ബേപ്പൂരൊക്കെ തോടുണ്ടാവില്ല, തോടില്ല. ഉളുത്ത സാധനം മാത്രം വെച്ചിട്ട് ഉണ്ടാവില്ല. ചായ ആണോ? നമ്മളോരോ ചായ കേട്ടോ, ചാടിക്കാം. ഉച്ചക്ക് എന്താ ചായ കുടിക്കുന്നേക്കത്? ചായ ബൂസ്റ്റാ. നമ്മളിത് അവിടുന്ന് പോന്നു. അവിടെ കുറച്ച് ഡിസ്കംഫേർട്ട്. അങ്ങനെ പോന്ന് ഇതേ അവിടെ ഒരു മരം കണ്ട, അതിന് വിട്ടു പോവാ. ബാ. അപ്പോൾ ഇതേ ഈ മാവിൻ്റെ ചോട്ടിലാണ് നമ്മൾ ഇന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോണേ. ഓക്കെ, മാച്ച് റെഡി. അവിടെ നിന്ന് വൃത്തിയാടായിരുന്നു ഇടാം. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ മാച്ചിട്ട് ഇവിടെ റെസ്റ്റ് എടുക്കും. ഇങ്ങനെയാണ് നമ്മുടെ യാത്രയിൽ റെസ്റ്റ് എടുക്കാറ്. അപ്പോൾ റെസ്റ്റ് എടുത്തിട്ട് സമയം ഇപ്പോൾ 3 മണിയായി.
സമയം ഇപ്പം 3 മണി എന്ന് പറഞ്ഞത്. അങ്ങനെ 3 മണിയായി. ഞാൻ പിടിക്കാം തളിപ്പറമ്പ്. വെയിലൊക്കെ ഒന്ന് താന്നു. നമുക്ക് സുഖമായിട്ട് ചവിട്ടാൻ വേണ്ടി വിചാരിക്കണം. നമ്മളിതാ മട്ടന്നൂർ എത്തിയിരിക്കുകയാണ്. ഉടനെ എത്തിയ പാടത്തെ കിട്ടി ആളെ കിട്ടി. ആ വ്ളോഗ് ചെറുതായിട്ട് വ്ളോഗ് ഉണ്ട്. എന്താ പേര് ചാനലിൻ്റെ? ട്രിപ്പിംഗ് ഹെഡ്. അപ്പോൾ ഒന്ന് ഒന്ന് ഷെയർ ചെയ്താൽ പേര് എൻ്റെ ഒരു ജസീർ, മട്ടന്നൂർ. മട്ടന്നൂർ സ്ഥലം. പിന്നെ നമുക്കൊരു ക്ലബ്ബുണ്ട് വേണ്ടറങ്ങൽ. ഇതേപോലത്തെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ മെയിൻ പരിപാടി. എല്ലായിടത്തും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാം. അത്രയാണ് മൂപ്പരാള്. നമ്മൾ വയനാട് നിന്ന് നിങ്ങൾ വയനാട് കയറില്ലേ? വയനാട് കയറുന്നത് അതാണ്. അപ്പോൾ പൊളി അടിപൊളി. ഞങ്ങൾ മട്ടന്നൂർ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളെ സിനിമയിലെടുത്ത് സംഭവം വെച്ചാൽ ഒരുത്തി ഇല്ല ഒരു ആൾ വണ്ടി ഒന്ന് ക്രോസ് ചെയ്തു നിർത്തി. അവർ എന്താ ക്ലബ് എഫ് എമ്മിലെ റേഡിയോ ജോക്കി ചാർജ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ പരിപാടി ഈ എന്താ പറയുക മറ്റന്നാൾ അവർ വിളിക്കും. അപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് പേരിലോട്ട് എത്തിക്കാൻ നമുക്ക് കിട്ടിയൊരു അവസരമാണ്. അത് നമ്മൾ മാക്സിമം മുതലാക്കിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഓക്കെ ബൈ. ഇരിക്കൂർ ഭാഗത്തേക്കുള്ള വഴിയാണ് മക്കളെ. സീന് ഒരു റോഡ് കണ്ട് നേരെ റോഡിലോട്ട് വന്നിട്ട് എല്ലാ പോക്കം പോടെ എന്തറക്കാട്. അയ്യോ വട്ടച്ചോരേ വളവ്. ബ്രേക്ക് ഫുള്ള് പിടിച്ച് വണ്ടി നീങ്ങാണ്. മക്കളെ സീറ്റ്. ഓ ഒരു മഴ ഉണ്ട് ഇപ്പോ. ആദ്യം വന്ന 2 വളവുണ്ട്. എന്റെ പോലെ ഇങ്ങനെ ഒരു 7 കിലോമീറ്റർ ഡിഫറൻസ് വന്നപ്പോൾ ഈ റോട്ടിൽ വന്ന ഞാൻ അവിടെ മര്യാദയ്ക്ക് ചോദിച്ചു ഈ വഴി കയറ്റമുണ്ടോ. അപ്പോൾ ആൾ പറഞ്ഞു ഒരു കയറ്റമേ ഉള്ളൂ, അത് കഴിഞ്ഞു. ഇത് എത്ര കയറ്റമാണ്? അതൊക്കെ 1.5 കയറ്റം. അയ്യോ കയറിക്കോ. അമ്മേ എന്ത് കയറ്റം പഠിച്ചോന്നത്. അടയിൽ ഫുള്ള് ലോഡുമാണ്. അതിഗംഭീരമായ 1-2 കയറ്റത്തിന് ശേഷം നല്ല ഇറക്കം കിട്ടിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് കയറ്റം ഉണ്ടാവരുത് എന്നുള്ള ഒറ്റ പ്രാർത്ഥനയെ പോളൂ. അയ്യോ അയ്യായേ അയ്യോ. സൺസെറ്റ് ഉണ്ടേ പൊളി. ഇരിക്കുന്നം പാലോ അത് ഇരിക്കൂര് പാലോ അങ്ങനെ എന്തോ ആണ്, കറക്റ്റ് പിടുത്തം കിട്ടിയിട്ടില്ല. ഒരു വ്യൂ കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കണം തോന്നി. ഗോപ്രോ മെമ്മറി കാർഡ് ഫുള്ളായി. അപ്പോൾ ഫോണിലാണ് നോയ്സ് ഉണ്ടായിരിക്കും. അവിടെ കാണിച്ചരാ അദ്ദേഹം നോക്കിക്കോ. 1 വ്യൂ കേട്ടോ, ഭയങ്കര ഇഷ്ടമായി. ആ വെള്ളമൊക്കെ പക്ക ക്ലിയർ വെള്ളം. അതിനവിടെ മറ്റേ തേയില കൃഷി വന്ന സംഭവം. മിസ് സൈഡാണെങ്കിൽ അടിപൊളി വ്യൂ കേട്ടോ, അടിപൊളി വ്യൂ. പെടലി മ്യൂസീഷ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. ചെക്കൻ്റെ കാല് സീനാണ്. വേറെ ഉണ്ടല്ലേ കയറ്റം കയറി കാലൊക്കെ പടിയിക്കുക. പോട്ടെ.
അങ്ങനെ ഒരുപാട് കിലോമീറ്റർ പിന്നെയും റൈഡ് ചെയ്ത് രാത്രി ആയപ്പോഴാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയത്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നു പോയിട്ടുണ്ട്. ഒരു ആക്സിഡൻറ്റും പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ നടന്നിട്ടുണ്ട്. അതെന്തായാലും നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. ഈ വീഡിയോ ഇങ്ങനെ അവസാനിക്കട്ടെ. അപ്പോൾ ഇറ്റ്സ് ബൈ ഫ്രം ട്രിപ്പിംഗ് ഹെഡ്.